ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് നാൾ മുമ്പ് എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അതായത് കേരളത്തിലെ സുരേന്ദ്രനോ അല്ലെ മുരളീധരനോ ഇവരെ കൊണ്ടൊന്നും ഈ കേരളത്തിലെ ബി ജെ പിയെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. ഇവരെയൊക്കെ മാറ്റിയിട്ട് ആ സ്ഥാനത്തോട്ട് ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തോട്ട് ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവരണം, മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് ശോഭാ സുരേന്ദ്രനെ നിർത്തി മത്സരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് സുരേന്ദ്രൻ്റെ കുറച്ച് ആൾക്കാരുണ്ട്. സുരേന്ദ്രൻ അതായത് കുറേ അവിടെ, അതായത് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് കളിയാണ്. ആ ഗ്രൂപ്പ് കളിയിൽ സുരേന്ദ്രൻ്റെ കുറേ ആൾക്കാരുണ്ട്, മുരളീധരൻ്റെ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാ ആൾക്കാർക്കും കുറേ ആൾക്കാരിങ്ങനെ സെപ്പറേറ്റ് അവരിങ്ങനെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം ഈ ഉള്ളൊരു സീറ്റും കൂടെ പോയതിനെക്കുറിച്ച് ഞാൻ വിലയിരുത്തി ഞാൻ സംസാരിച്ചായിരുന്നു. ഇത് ഈ പിണറായി വിജയൻ്റെ അതായത് കക്ഷത്തിൽ കൊണ്ട് തല വെച്ച് കൊടുത്തിട്ട് ഉള്ളത് കൂടെ നശിപ്പിച്ച് കളഞ്ഞതാ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ലാവ്ലിൻ കേസിൽ തന്നെ എന്തും വേണ്ടി കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഭരണ തുടർച്ച വരാതെ തന്നെ ചിലപ്പോൾ യു ഡി എഫിലോട്ട് പോകുമായിരിക്കും, എങ്കിൽ പോലും ഈ ഒന്നിൽ നിന്നും 3ഓ 4ഓ ഒക്കെ പിടിക്കാനുള്ള അവസരം ഉണ്ടായ സമയത്ത് പോലും അതൊക്കെ കളഞ്ഞു കുളിച്ച ഈ സുരേന്ദ്രനെ പോലുള്ള നേതാവ് കേരളത്തിലുള്ളിടത്തോളം കാലം ഈ കേരളത്തിൽ ബി ജെ പി വംശനാശം വന്നു പോകത്തേ ഉള്ളൂ ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ കുറേ ആൾക്കാർക്കെങ്കിലും നമ്മൾ ചിന്തിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള ആ ഒരു ഇതിലോട്ട് എത്തിപ്പിച്ചത് സുരേഷ് ഗോപിയാണ്. നിങ്ങൾ പറയുന്ന നടൻ എന്ന് പറയുന്നത് ശരി, നല്ലൊരു നടനാണ് പുള്ളി. പക്ഷേ അതിനുപരി എല്ലാ ജനങ്ങൾക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. പാവങ്ങളുടെ ഇതിനകത്ത് കൈയിട്ട് വാരാൻ പോകത്തില്ല. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന എന്ത് ഫണ്ട് കൊടുത്താലും അത് കറക്റ്റായിട്ട് കേരളത്തിൽ അത് വിനിയോഗിക്കാനുള്ള കഴിവ് സുരേന്ദ്രൻ്റെ ഭാഗത്തുണ്ടാകും. അപ്പം അങ്ങനെയുള്ളൊരു വളർന്നു വന്ന, ശരിക്കും അതൊരു പാവം പിടിച്ച കുടുംബത്തിൽ നിന്നും വളർന്നു വന്ന ഒരാളാണ് നമ്മുടെ ശോഭ ചേച്ചി. ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ആൾക്കാർ കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലോട്ട് വരണം, അല്ലെങ്കിൽ അടുത്ത വരുന്ന ഇലക്ഷനിൽ മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് ശോഭാ സുരേന്ദ്രനെ നിർത്തി മത്സരിപ്പിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞ് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര പുച്ഛമായിപ്പോയി. നമുക്ക് ജനുവരി 3-ാം തീയതി ഒരു പ്രഖ്യാപനം ഉണ്ടാകും. ഒരാളെ തല വെട്ടിക്കൊണ്ട് ഒരാളെ പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഞാൻ അന്ന് ചെയ്ത വീഡിയോയും ഇന്ന് ഈ പറയുന്നതിൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസം ശാലം കുറവായിരിക്കും, പക്ഷേ വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ടേ, അവരെ കൊണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടടുത്ത് നമ്മൾ കൊള്ളേണ്ട രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സാധനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടായിരിക്കും, അങ്ങനെ ഞാൻ പറയുന്നില്ല, കൊടുക്കേണ്ടടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് മെയിൽ അയക്കേണ്ട രീതിയിൽ വായിച്ചിട്ടുണ്ട്. കേരളത്തിൽ വംശനാശം വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ ഇനിയൊരു വേരോട്ടം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തലപ്പത്തോട്ട് ശോഭാ സുരേന്ദ്രൻ പറയും. അപ്പോൾ ഇതിനകത്ത് കുറേ ആൾക്കാർ വരും, പല ആൾക്കാർ വരും. ഒരാളെ കേന്ദ്രീകരിച്ചല്ല ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുക. ശരി, അങ്ങനെ നിങ്ങൾ പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന സുരേന്ദ്രനെ കൊണ്ട് എന്തൊരു നേട്ടമാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത് നിങ്ങളൊന്ന് കാണിച്ചാൽ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റിയോ? ഒരു നേട്ടവും ഉണ്ടാക്കാൻ പറ്റിയില്ല. വോട്ടിൻ്റെ വർധനവുണ്ടായ നമ്മളെപ്പോലുള്ള ഒരുപാട് ആൾക്കാരുടെ ആ ഒരു പ്രയത്നം കൊണ്ടാണ് വോട്ട് വർധനവ് പലയിടത്തും ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ കേന്ദ്ര സർക്കാരിൻ്റെ എന്തെങ്കിലും ഒരു പദ്ധതികൾ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പോലെ എവിടെയെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്ന, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടോ? ഒന്നും വരുന്നില്ല. ഞാനെങ്ങനെ ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ പൂർണ്ണമായിട്ട് മാറിയതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ചുമ്മാ കിടന്ന് തന്തയ്ക്കും തള്ളയ്ക്കും ഇവനൊക്കെ വേണ്ടി തന്തയ്ക്കും വിളിക്കാനുള്ള കാര്യമൊന്നുമില്ല. നമ്മളുണ്ടോ? നമ്മളെന്ന് ഈ പ്രസ്ഥാനത്തിനൊപ്പമാണ്, സംഘത്തിലൊരു സംഘപുത്രൻ എന്ന നിലയിൽ സംഘത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പോകാറുണ്ട്, എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് നിൽക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ വന്നേക്കുന്നത് വേറൊന്നുമല്ല, നമ്മൾ ജനുവരി 2 എന്നുള്ളത് 3-ാം തീയതിയിലോട്ടാക്കി നമ്മുടെ കേരളത്തിലെ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെയും ആ ഒരു സ്ത്രീ ശക്തീകരണത്തിൻ്റെ ആ ഒരു വേദി പങ്കിടാനായിട്ട് എത്തുന്ന ദിവസം നമ്മൾ കേരളത്തിൻ്റെ ബി ജെ പി അധ്യക്ഷനായിട്ട് ഒരാളെ നിയമിക്കും. നിങ്ങൾക്കെല്ലാവർക്കും, ഓരോ പ്രവർത്തകർക്കും, അതായത് വിശ്വസിച്ച് ഈ പ്രസ്ഥാനത്തോട്ട് ഇറങ്ങി വരാൻ പറ്റും. ആരുടെയും മുന്നിൽ പോയി കുനിഞ്ഞു നിൽക്കാനുള്ള അല്ലെങ്കിൽ അടിയറവ് വെക്കാനുള്ള മനസ്സ് ആ ആൾക്കില്ല. ആ ആൾ പ്രസ്ഥാനത്തെയാണ് സ്നേഹിക്കുന്നത്. എല്ലാ വ്യക്തികളെയും പലയിടത്തും ഈ ആൾക്ക് അവഗണന ഉണ്ടായ സമയത്തും അവിടുന്നൊക്കെ ഒട്ടും ആ ആത്മധൈര്യം ചോരാതെ മുന്നോട്ട് വന്നുവെങ്കിൽ ഞങ്ങളെപ്പോൾ ഒരുപാട് ആൾക്കാർ ആ ആളോടൊപ്പം ഉണ്ടായിരുന്നു. ആ ആൾ ജനുവരി 23-ാം തീയതി അമിത്ഷാ നരേന്ദ്രമോദി കൂട്ടുകെട്ട്, ആ ഒരു ഇത് നമുക്ക് ജനങ്ങൾക്ക് തരുന്ന ആ ഒരു ഏറ്റവും വലിയൊരു സന്ദേശം ജനുവരി 3-ാം തീയതി നിങ്ങളുടെ മുന്നിലോട്ട് എത്തും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാനൊന്ന് പറയാം. പാലക്കാട് നിന്ന് ശോഭാ സുരേന്ദ്രൻ നിന്ന് അവിടെ
എങ്ങനെയാണ് അവിടുത്തെ BJPയുടെ ആ ഒരു വേരോട്ടം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അവിടെ നിന്ന് ശക്തി നല്ല രീതിയിൽ തെളിയിച്ചു. അത് കഴിഞ്ഞ് ആറ്റിങ്ങിൽ കൊണ്ടു നിർത്തി. ആറ്റിങ്ങിലും ശക്തമായ രീതിയിൽ വന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ദേ കോഴിക്കോട് എടുത്ത്, കോഴിക്കോടെന്ന് പറഞ്ഞാൽ കോഴിക്കോടിൻ്റെ മണ്ണിൽ ശോഭാ സുരേന്ദ്രൻ വിജയിച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ത്രീകളെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ പോലെയല്ല, എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞതുപോലെയല്ല. ഇരു മുന്നണികൾ മാറി മാറി ഭരിച്ചു മുടിപ്പിച്ച ഈ കേരളത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അത് BJPയിൽ കൂടി മാത്രമേ നടക്കത്തുള്ളൂ. നിങ്ങൾ വർഗീയത പറയാതെ നിങ്ങൾ അതിൽ നിന്നൊക്കെ പുറത്തോട്ട് ഇറങ്ങി ചിന്തിച്ചു നോക്ക്. ഇവിടെ അക്രമം അനീതം നടത്തുന്നത് ആരാണ്? പരസ്പരം അമ്മായി അമ്മാവനും കളിക്കുന്ന ആരാണ്? ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ ആരൊക്കെയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട് എല്ലാം. നിങ്ങൾ ചിന്തിച്ച് അതിന് കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം നിങ്ങൾ പോളിംഗ് ബൂത്തുകളിൽ രേഖപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ ത്രിപുര പോലെയോ ബംഗാൾ പോലെയോ നശിച്ചു പോകാതെ നമ്മുടെ കേരളത്തെ നമ്മൾ രക്ഷിക്കാൻ കഴിയും. കേരളത്തിൽ നിന്ന് ഒരു MLA ഒരു MPയോ പോലും ഇല്ലാഞ്ഞിട്ടും കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഇന്ന് കേരളത്തിലേക്ക് അനുവദിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഒന്നും കണക്കുകളും കാര്യങ്ങളും ഒന്നുമില്ല. നിത്യോപ സാധനങ്ങളുടെ കംപ്ലീറ്റ് സാധനങ്ങളുടെ വിലക്കയറ്റം. ഇവർ പറയുന്നത് പെട്രോൾ ഡീസൽ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് തന്നെ കേന്ദ്രം മേടിക്കുന്ന പെട്രോളും കേരളം മേടിക്കുന്ന പെട്രോളിൻ്റെ നികുതി എത്രയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. കേന്ദ്രം മേടിക്കുന്നുണ്ട് അത് ഈ 28-29 സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കുന്ന പൈസയാണ്. അതൊന്ന് മനസ്സിലാക്കുക. കേരളത്തിൽ മേടിക്കുന്ന പൈസ എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ കിടപ്പ് രോഗികളായവരുടെ പെൻഷൻ മുടങ്ങി, KSRTC ബസ്സുകാരുടെ പെൻഷൻ മുടങ്ങി, അതുപോലെ ഉച്ച ഭക്ഷണത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുന്ന കാശുകൾ മുടങ്ങി. എന്നിട്ട് നവകേരള സദസ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഈ കാണിക്കുന്ന കോമാളിത്തരങ്ങൾക്ക് നിങ്ങൾക്ക് കൂട്ടു നിൽക്കണോ, അതോ നാടിന് നന്മ ചെയ്യുന്നവരുടെ കൂടെ നിൽക്കണോ വേണ്ടോ നിങ്ങൾ തീരുമാനിക്കുക. സുരേഷ് ഗോപി ചോദിച്ചില്ലേ 5 വർഷം തൃശ്ശൂർ ചോദിച്ചു, നിങ്ങൾ കൊടുത്തില്ല. ഇപ്പോൾ പുള്ളി തൃശ്ശൂരല്ല ചോദിക്കുന്നത്, നിങ്ങൾ കേരളം എന്താ 5 വർഷത്തേക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ മൊത്തം ഞങ്ങളെ തല്ലി ഓടിച്ചോ എന്ന് പറയുന്നത് അത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങൾ 5 വർഷം കൊടുത്തു നോക്കൂ. കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഈ ജാതിയും മതവും പറഞ്ഞ് ഇവിടെ തമ്മിൽ തെളിയിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട വടക്കേന്ത്യയിലോട്ടൊക്കെ ചെന്ന് നമ്മൾ നോക്ക്. അവിടെയുള്ള വികസന പ്രവർത്തനങ്ങളും അവിടെ എന്താണ് ഈ വീണ്ടും ഇത്രയൊക്കെ വിഷയം മണിപ്പൂരിൻ്റെ വിഷയം പറഞ്ഞുകൊണ്ട് കേരളത്തിൽ കിടന്ന് കുറേ കൊടിച്ചിപ്പട്ടികൾ അങ്ങനെ തന്നെ പറയണം. മാധ്യമങ്ങളും ഉണ്ട് ആ കൂടെ തന്നെ. അവരൊക്കെ കിടന്ന് കുരച്ചായിരുന്നു. മണിപ്പൂരിൽ അവിടെ കിടന്നുകൊണ്ട് BJP ആണ് അവരെ എങ്ങനെയായി സംഘർഷം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അങ്ങനെ അവരുടെ കീഴിൽ നിന്നുകൊണ്ട് അല്ലെ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്, നരേന്ദ്രമോദി എന്തുകൊണ്ട് ഇത് അടിച്ചമർത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായി. അവിടെ ബലാത്സംഗം ചെയ്തു, തുണിയില്ലാതെ ഓടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഘോരാത്രം. എൻ്റെ ഏതൊരു ഇത് തുറന്ന് പറഞ്ഞാലും യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ അല്ലെ ട്വിറ്റർ ഏത് തുറന്ന് പറഞ്ഞാലും അതിനകത്തെല്ലാം ഇത് തന്നെയായിരുന്നു. അവിടെ 2 വർഗ്ഗങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളാണ് എന്നുള്ളത് നമ്മൾ പിന്നെ അറിഞ്ഞു. അത് എങ്കിലും ഇവരത് ഒരുപാട് മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അതുപോലെ തന്നെ രാവനും കേസ് എത്ര തവണയായി മാറ്റിവെക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ ഇപ്പം ആഷോ എന്ന് പറയുന്ന SFBയുടെ നേതാവ് അവൻ്റെ പേരിൽ എത്ര കേസുകളുണ്ട്? 35-ൽ പരം കേസുകളുണ്ട്. ഇവനെയൊക്കെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ ഈ മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത്? പാവങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കറുപ്പിട്ടുണ്ടെന്നൊന്നും പറഞ്ഞൊരു ചേച്ചിയെ കഴിഞ്ഞ ദിവസം നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് രാവിലെ സ്റ്റേഷനിൽ കൊണ്ടാക്കി വൈകുന്നേരം 6 മണി വരെ അവിടെ ഇരുന്ന്. ഇതുപോലെ 10-35 കേസുള്ളവന്മാർ ഇവിടെ കടന്ന് പോലീസുകാരെയും ഗവർണറെയും വെല്ലുവിളിച്ച് ഇതിലെ നടന്നിട്ട് ഇവിടുത്തെ കോടതി എന്തുകൊണ്ട് ഇവനെയൊക്കെ പിടിച്ചകത്തിടാനായിട്ടുള്ളത് കൊടുക്കുന്നില്ല? ഈ അക്രമരാഷ്ട്രീയന്മാർ അതായത് സ്കൂൾ ക്യാമ്പസുകളിൽ സമാധാനപരമായിട്ട് സ്കൂൾ രാഷ്ട്രീയം അല്ലെങ്കിൽ അതിൻ്റെ വേണ്ട രീതിയിൽ നടത്താനായിട്ട് എല്ലാവരും ഒരേപോലെ നിൽക്കണം. SFIക്ക് മാത്രം കുത്തകയായിട്ട് എഴുതി തന്നിട്ടുള്ളൂ അല്ലെങ്കിൽ കോളേജുകളിലെ ഈ ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ABVP ആണെങ്കിലും അല്ലെങ്കിൽ KSU ആണെങ്കിലും SFI ആണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. നിൻ്റെയൊക്കെ വീട്ടിൽ കാണിക്കുന്ന അക്രമം അല്ലെങ്കിൽ നിൻ്റെയൊക്കെ നേതാവ് കാണിക്കുന്ന അക്രമം കൊണ്ട് പൊതുനിരത്തുകളിലോട്ട് ഇറങ്ങിച്ചെന്ന് നിൻ്റെയൊക്കെ ഇത് കാണിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇന്നലെ കിട്ടിയില്ലേ ആവശ്യത്തിന്? നിങ്ങൾ എപ്പോഴും പറയുമല്ലോ എടപ്പാൾ ആരാ ഓടിയെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? എതിലേക്ക് ഓടിയെന്ന് മുണ്ട് പോലും ഇല്ലാതെ എത്ര എണ്ണം ഓടി എടപ്പാൾ കിടന്ന്. അതുപോലെ തന്നെ ഇന്നലെ കൊല്ലത്തുണ്ടായത്. പാടുമ്പോൾ ഭയങ്കര ഇതായിട്ട് പറഞ്ഞു, ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന ലതകൾ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പാടാനൊക്കെ ഇഷ്ടം പോലെ കാണും. മനസ്സിലായോ? അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് കിടപ്പ് രോഗിയായിരുന്ന പുഷ്പനെ പോലുള്ള ആൾക്കാരുടെ മുന്നിൽ ചെന്നത് പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ എന്നും പറഞ്ഞ് ആ പുള്ളിയുടെ മുന്നിൽ ചെന്ന് കിടന്ന് പാടുമ്പോൾ ആ പുള്ളിക്ക് എണ്ണിക്കാൻ പോലും ആവതില്ല. കയ്യും കാലും പൊക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ചവിട്ടിയൊക്കെ നിൻ്റെയൊക്കെ നാടു ഓടിച്ചാനെ. ഒന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് ആ പുള്ളിയൊക്കെ അത് കിടന്ന് കേൾക്കുക. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്നും പറഞ്ഞിട്ടുണ്ട്.
അഭിമന്യു എന്ന് പറഞ്ഞ പയ്യനെ തല്ലിക്കൊന്നു. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ പോലെ എത്ര കോടി രൂപ പിരിച്ചെടുത്ത്? നിൻ്റെയൊക്കെ നേതാക്കന്മാരുടെ ബാങ്ക് ബാലൻസ് എടുത്ത് നോക്കും. അല്ല ഇപ്പോൾ LC സെക്രട്ടറി മുതൽ അങ്ങ് മുഖ്യമന്ത്രി വരെയുള്ള എല്ലാവരുടെയും അക്കൗണ്ടുകൾ പരിശോധിച്ചു. അമ്മമാർക്കൊക്കെ ഇഷ്ടം പോലെ കാശും കാര്യങ്ങളൊക്കെ. നിന്നെയൊക്കെ പോലുള്ളവർ, അതായത് നിൻ്റെയൊക്കെ അണികളുടെ കോടികൾ പിടിക്കാൻ നടക്കുന്നത് നിന്നെ പോലുള്ളവരൊക്കെ എന്നാ നിൻ്റെയൊക്കെ തലയിൽ ആൾതാമസം ഉണ്ടാകുന്നത്? അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു നേതാവിനെ നരേന്ദ്രമോദി, അമിത്ഷാ കൂട്ടുകെട്ട് തരാൻ പോവുകയാണ് കേരളത്തിലേക്ക്. നല്ലൊരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടാവും. അത് ചിലപ്പോൾ താമസം വരുമായിരിക്കും. പക്ഷേ നിങ്ങളുടെ മനസാക്ഷിയുടെ സമ്മതിദാനാവകാശം കറക്റ്റായിട്ട് രേഖപ്പെടുത്തണം. ഇവിടെ BJP ഒരു സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കുത്തി തോപ്പിക്കുന്ന ആ ഒരു പ്രവണതല്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം കണ്ടല്ലേ? ഈ ശ്രീധരനും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും സുരേഷ് ഗോപിയും അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണകുമാർജിയും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഒന്നും വേണ്ട, നമ്മുടെ പൂഞ്ഞാറ് തന്നെ കണ്ടില്ലേ, PC ജോർജിനെ തോപ്പിച്ച്. അതൊക്കെ എന്ത് ഇതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആര് ശത്രുക്കളെ ഈ BJP ഇവിടുത്തെ മുസ്ലിങ്ങളുടെയോ ക്രിസ്ത്യാനികളുടെയോ ഹിന്ദുക്കളുടെ ശത്രുക്കളല്ല. നിങ്ങൾക്ക് നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണുള്ളത്. അല്ല ചൈന സ്നേഹിക്കുന്നവരല്ല ഇവിടെ ഉള്ളത്, അല്ല ഇറ്റലിയെ സ്നേഹിക്കുന്നവരല്ല ഉള്ളത് BJPയിൽ. മനസ്സിലായോ? എല്ലാവരെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്ന് ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരേപോലെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ്റെ കീഴിൽ ഇത്രയും ഇന്ത്യക്ക് വളരാൻ കഴിഞ്ഞുവെങ്കിൽ നാളെ കേരളവും വളരും. ഇപ്പോൾ കടക്കിനില്ലേ, കിട്ടുന്നിടത്തുനിന്നെല്ലാം കടം മേടിച്ച് ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങൾ എത്ര ലക്ഷം രൂപ കടക്കാരനായിട്ടാണ് ജനിക്കുന്നത്. ഇവൻ്റെയൊക്കെ മക്കൾ, ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആരുടെയെങ്കിലും മക്കൾക്ക് ഈ പറഞ്ഞ കടക്കണിയിൽ പോയി, അല്ലെങ്കിൽ അവൻ്റെയൊക്കെ തലമുറകൾക്ക് തിന്നാനുള്ള ഇവനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. തെങ്ങുകയറ്റക്കാരനും വീട് തീർപ്പുകാരനും ഒക്കെ ഇന്ന് കോടീശ്വരന്മാരാ. ചിന്തിക്ക്, ആരുടെ കാശാണിത്? റേഷൻ എത്രയോ ഇതിൽ ഓണക്കിറ്റ് എന്നും പറഞ്ഞു കൊണ്ട് തന്നിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട്. ഈ ഓണക്കിറ്റ് വന്നത് എവിടെ നിന്നാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു കിറ്റ് മേടിച്ചതിൻ്റെ പേര് കോടിക്കണക്കിന് രൂപ അതിനകത്ത് കട്ടുമുടിച്ചു. ലൈഫ് എന്നും പറഞ്ഞുകൊണ്ട് ആവാസ് യോജന, ഇതിൽ വീടുകൾ എത്ര ലക്ഷക്കണക്കിന് വീടുകൾ കൊടുത്തിട്ട് ഇപ്പോൾ കേരളത്തിൽ വീട് കൊടുത്തേക്കുന്ന എത്ര ആൾക്കാർക്കാണ്? ഇപ്പോഴും വഴിയും വെള്ളവും കറണ്ടും ഇല്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്. നിങ്ങളൊക്കെ ചിന്തിക്ക്. ഈ 60 വർഷത്തോളം ഇവർ മാറി ഭരിച്ചിട്ട് എന്താണ് നമുക്ക് നേടിത്തന്നത്? നിങ്ങളൊന്ന് പറഞ്ഞതാ. എന്താ നേടിത്തന്നത്? കേരളത്തിൽ എന്താണ് നേടിത്തന്നത്? എന്ത് വികസനമാണ് ഉണ്ടാക്കി തന്നത്? കറണ്ടും വെള്ളവും വഴിയും ഇത് ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും എല്ലാവർക്കും ഒരേപോലെ ഇതാണ്. എന്താണ് നേടിത്തന്നത്? നിങ്ങളൊന്ന് പറഞ്ഞതാ. ഇന്നിപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയാണ്. അതായത് വിദ്യാഭ്യാസം, നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കേരളത്തിൽ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുള്ളവർ എത്ര പേരുണ്ട്? പിൻവാതിൽ നിയമനത്തിലൂടെ ഈ ആൾക്കാരെ കുത്തിക്കയറ്റുമ്പോഴത്തേക്ക് നമ്മൾ ഇന്നലകളിൽ വിളക്ക് വെട്ടത്തിരുന്ന് പഠിച്ച് നല്ല വിദ്യാഭ്യാസം എടുത്ത ഒരുപാട് ആൾക്കാർ ഇന്നും ജോലിയില്ലാതെ റാങ്ക് ലിസ്റ്റ് പേരുള്ള എത്രയോ ആൾക്കാരുണ്ട്. ഇന്ത്യക്ക് പുറത്തേക്ക് എന്തും വേണ്ടി ആൾക്കാർ ജോലി തേടി പോകുന്നുണ്ട്. പോട്ടെ, കേരളത്തിൽ പുതിയൊരു സംരംഭം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്ന് തുടങ്ങിയിട്ടായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? കിറ്റക്സ് അതുപോലുള്ള കമ്പനികളൊക്കെ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഓടുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, അവർക്ക് ആന്ധ്രയിൽ ഏക്കർ കണക്കിന് സ്ഥലമാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലായിരുന്നോ? കേരളത്തിൽ നിന്ന് ഈ പ്രസ്ഥാനങ്ങളെല്ലാം നശിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ജനുവരി 3-ാം തീയതി നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന ഈ സംസ്ഥാന അധ്യക്ഷൻ ആരാണ് എന്ന് അറിഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു വിലയിരുത്തലും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടും ശരിയാണെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ അത് വിനിയോഗിക്കുക. നന്ദി, നമസ്കാരം. ഞാൻ ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത് മാതാ.